വൈക്കം താലൂക്ക് ആശുപത്രിയിൽ വീഴ്ച. പരിക്കേറ്റ 11 വയസ്സുകാരന്റെ തലയിൽ തുന്നിലിട്ടത് മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ. ജനറേറ്ററിൽ ഡീസലില്ല എന്നായിരുന്നു ആശുപത്രി അധികൃതർ നൽകിയ വിശദീകരണം. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, ഇക്കാര്യത്തിൽ ആശുപത്രി അധികൃതരുടെ പ്രതികരണം ആരാഞ്ഞിരുന്നു. എന്താണ് അവർ നൽകുന്ന മറുപടി? ടോബി, നിലവിൽ ആശുപത്രിയുടെ പ്രതികരണം ലഭിച്ചിട്ടില്ല. അവിടെയുള്ള ജീവനക്കാർ ഈ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞ കാര്യമാണ് ഈ ജനറേറ്ററിൽ ഡീസൽ ഇല്ല എന്നുള്ളത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. വീണ് തലയ്ക്ക് പരിക്കേറ്റ ഈ ചെമ്പ് സ്വദേശിയായിട്ടുള്ള 11 വയസ്സുകാരനെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ, കാഷ്വാലിറ്റിയിൽ എത്തിച്ചപ്പോൾ തന്നെ സ്റ്റിച്ച് ഇടാനുള്ള നിർദ്ദേശം ഡോക്ടർമാർ നൽകി. ആ സമയത്ത് കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഡ്രസ്സിംഗ് റൂമിലോ വൈദ്യുതി ഇല്ലായിരുന്നു. തുടർന്ന് ഡ്രസ്സിംഗ് റൂമിന്റെ പുറത്തുള്ള കട്ടിലിൽ ഇരുത്തിയാണ് ഈ സ്റ്റിച്ച് ഇടാൻ വേണ്ടി തയ്യാറായത്. അപ്പോൾ അവിടെയും വെട്ടമില്ലാത്തത് കൊണ്ട്, വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കറണ്ട് ഇല്ലേ എന്ന് അവർ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വൈദ്യുതി ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ജനറേറ്റർ ഓണാക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് ജനറേറ്ററിൽ ഡീസൽ ഇല്ല എന്ന് ഈ ജീവനക്കാർ മറുപടി ഈ മാതാപിതാക്കൾക്ക് നൽകിയത്. അതിനുശേഷം മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് ഈ കുട്ടിയുടെ തലയിൽ സ്റ്റിച്ചിട്ടത്, തുന്നൽക്കെട്ടലിട്ടത്. എന്തായാലും ഈ വിഷയം വലിയ ഒരു ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ട് ഒരു വലിയ വീഴ്ചയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനോടൊപ്പം തന്നെ പല പ്രതികരണങ്ങളും ആ നാട്ടിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ സ്ഥിരമായി ഈ ആശുപത്രിയിൽ വെളിച്ചമില്ലാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ടെന്ന് അവിടെ വരുന്ന രോഗികളടക്കമുള്ളവർ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ടുള്ള നടപടി ഈ വിഷയത്തിൽ ആവശ്യമാണ്. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.